സാർ, ഈ അപകടം എപ്പോഴായിരുന്നു എന്തെങ്കിലും അറിഞ്ഞായിരുന്നു? ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഒരു 1.25 മണിക്കൂർ അടുപ്പിച്ചാവുന്നുണ്ട്. കൂടുതൽ അത് 49 പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതിനെ ഒന്നുകൂടെ കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇങ്ങനെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇല്ല, ഈ റോഡിൽ വളരെ ഗൗരവമുള്ള അപകടങ്ങൾ അടുത്ത കാലത്തായിട്ട് നടന്നതായിട്ട് നമുക്ക് വിവരമൊന്നുമില്ല. യാദൃശ്ചികമായിട്ടുള്ള ചില അപകടങ്ങൾ, ചെറിയ ചെറിയ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വളവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്ഥിരം ഒരു അപകട സ്പോട്ടല്ല. നിലവിലിപ്പോൾ ദൃക്സാക്ഷികളടക്കം പറയുന്നത് അമിത വേഗതയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ്. അതെ, പ്രാഥമികമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ കണ്ടുനിന്ന 1-2 പേര് പറഞ്ഞത് വണ്ടി കുറച്ച് സ്പീഡിനായിരുന്നു എന്നുള്ളത്. അത് പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ ഒരാളാണ് മരിച്ചിട്ടുള്ളത്, ബാക്കി ആളുകളുടെ നില ഗുരുതരമാണെന്നൊക്കെ പറയുന്നു. ഇവർ വിനോദസഞ്ചാരത്തിന് വേണ്ടി ഇറങ്ങിയതാണെന്നും പറയുന്നു. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ? ഇവർ കാട്ടാക്കട ഭാഗത്തു നിന്ന് കൊടൈക്കനാലിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ ആൾക്കാരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു സ്ത്രീയാണ്, 61 വയസ്സുള്ള പെരിങ്ങടവിള സ്വദേശിനിയായ ഒരു സ്ത്രീ മരണപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ബസ് ഓടിച്ചിരുന്ന ആൾ എവിടെയും ചികിത്സയ്ക്ക് എത്തിയില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, അവർ ഇപ്പോൾ ഈ മുഴുവൻ പേരും പോയതിന് ശേഷം 2 ചെറുപ്പക്കാരെ ഞങ്ങൾ ആംബുലൻസിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരാണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അതിലുണ്ടാവും. അപ്പോൾ 49 പ്ലസ് ഈ 2 പേര് 51 പേരാണ് ബസ്സിലുണ്ടായത്. അല്ല, മൊത്തം 49 പേരെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. 47 പേരെയാണ് ആദ്യം ആശുപത്രിയിലേക്ക് എത്തിയത്. നിങ്ങൾ എത്തിയതിനു ശേഷം 2 പേരെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലൊന്ന് ഡ്രൈവർ ആവാനുള്ള സാധ്യത. ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ